ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് തൈരും മല്ലിയിലയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊരു ബൗളൊന്ന് എടുത്ത് വെച്ച് അതിലേക്ക് ഒരു അരക്കപ്പോളം നല്ല കട്ട തൈരാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല പുളിപ്പുള്ള തൈര് തന്നെയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച്, അതായത് ഒരു കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ കട്ടകളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കട്ടകൾ ഉടച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധാരണ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിൽ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്താലും മതിയാവും. ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുമ്പോഴേക്കും അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ അതാണ്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ സ്റ്റെപ്പ് എന്തായാലും ഒഴിവാക്കരുത് കേട്ടോ. നല്ലപോലെ അതിൻ്റെ കട്ടകളൊന്ന് മാറ്റി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു അരപ്പൊന്ന് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് അരക്കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3-4 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 അല്ലി 2-3 കുഞ്ഞുള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച്, അതായത് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂണോളം കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, പക്ഷെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒരു ടീസ്പൂണൊക്കെ ക്യുമിൻ സീഡ്, അതായത് ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് കുറച്ചധികം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മല്ലിയിലയുടെ ഫ്ലേവർ ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ധൈര്യമായിട്ട് ഇത് ഒഴിവാക്കാം കേട്ടോ. പക്ഷെ ഇത് ചേർത്ത് ഉണ്ടാക്കുമ്പോഴേക്കും നല്ലൊരു കളറും ഒക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് കുറച്ച് മാത്രം വെള്ളമേ ചേർക്കുന്നുള്ളൂ, ഒരു 1/4 കപ്പോളം വെള്ളം മാത്രം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പം ഞാൻ ഇതിനകത്ത് 1-2 പച്ചമുളകും കൂടെ ചേർത്തായിട്ടോ അരച്ചെടുത്തേക്കുന്നത്, കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതുപോലെ അരച്ച് മാറ്റി വെച്ചിട്ട് ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് ചൂടായി വരുമ്പോഴേക്കും, അതായത് പാൻ ചൂടായി വരുമ്പോഴേക്കും ഓയിൽ ചേർത്ത് കൊടുക്കാം. സാധാരണ കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓയിൽ ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഒരു കാര്യത്തിന് ഒരു ക്ഷമയില്ല കേട്ടോ. അതായത് ഓയിൽ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല. അതിന് മുന്നേ ഞാൻ കടുകിടും. എത്ര വട്ടം ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചാലും അത് തന്നെ എനിക്ക് വീണ്ടും പറ്റും കേട്ടോ. അപ്പോൾ അതാണ്ട് കടുക് ഇങ്ങനെ പൊട്ടി വരുമ്പോഴേക്കും ഇനി ഒരു 2 വറ്റൽമുളക് ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് എല്ലാം നന്നായിട്ട് ആ മിക്സിയുടെ ജാറിലിരിക്കുന്ന അരപ്പ് മൊത്തം അടിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും ഒക്കെ, അതായത് പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം അതിൻ്റെ എല്ലാം. പിന്നെ നമ്മളിതിലേക്ക് കടലമാവ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്നങ്ങ് വഴറ്റി അതിൻ്റെ പച്ചമണം 2 മിനിറ്റോളം എങ്കിലും ഒന്ന് വഴറ്റി എടുക്കണം. പച്ചമണം നന്നായിട്ടൊന്ന് മാറി കിട്ടണം, അല്ലെങ്കിൽ അത് ആ പച്ച ചുവ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും പച്ചമണം മാറാനുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ കിടന്നിങ്ങനെ തിളച്ച് വരുമ്പോഴേക്കുണ്ടല്ലോ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു പ്രത്യേക ടേസ്റ്റിലൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി നമുക്ക് ഇതിൻ്റെ ആ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നല്ല പോലെ ഒന്നങ്ങ് തിളച്ച്, അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് തെളിഞ്ഞ് വരണം കേട്ടോ. ആ ഒരു പരുവം വരെയും നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഈ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന തൈരുണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് തന്നെ വേണം കേട്ടോ അകത്ത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം കടലമാവ് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ഇത് തിക്കാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം കുറച്ചും കൂടെ ലൂസാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കും. നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ആ അരപ്പുമായിട്ട് ഈ മോരും അരപ്പും ഒക്കെ ആയിട്ട് നല്ലപോലെ ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം.
അപ്പോൾ ഈ മല്ലിയിലയൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു പച്ച കളറിലിരിക്കുന്നത്. നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ ഇതിൻ്റെത്. അപ്പം ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. കാര്യം നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരുകറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മോരുകറിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റും ആണ് കേട്ടോ ഇതിൻ്റെത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.